നമസ്കാരം. ഓപ്പൺ സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ 2026 കേരള PSC നടത്തുവാനിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി തസ്തികയിലേക്കുള്ള വിജ്ഞാപനത്തിന്റെ ഡീറ്റെയിൽസും അതേപോലെ എന്തായിരിക്കും ഇതിന്റെ സിലബസ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, 2 സെക്ഷൻസ് ആയിട്ടാണ് ഇതിനെ വിളിച്ചിട്ടുള്ളത്. ഒന്ന് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കും മറ്റൊന്ന് കേരള സിവിൽ പോലീസിലേക്ക്. അപ്പം ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് കാറ്റഗറി നമ്പർ 446, 47, 2025, അതേപോലെ 448, 49, 50 ആണ് കേരള സിവിൽ പോലീസിലേക്ക് വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരള പോലീസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന തസ്തികയാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഈ ആംഡ് പോലീസ് ബറ്റാലിയൻ്റെത് അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട്, കാരണം ഇതിന്റെ ഈ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആംഡ് പോലീസ് ബറ്റാലിയനിൽ സ്ത്രീകൾക്കും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല, ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതേപോലെ നമുക്ക് കേരള സിവിൽ പോലീസിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിമൻ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം, പക്ഷേ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇവിടെയും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ആ ഒരു ജോലിയുടെ സ്വഭാവം വെച്ച് നമ്മൾ നോക്കുമ്പോഴാണ് ആ ഒരു രീതിയിൽ കേരള PSC അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ആ ഒരു വിജ്ഞാപനം എന്ന് പറയുന്നത്. ഇനി ആ ഒരു എക്സാമിന്റെ ഡേറ്റ്സ് നമുക്ക് നോക്കാം. PSCയുടെ ആനുവൽ കലണ്ടർ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് 2 ഘട്ടമായിട്ടാണ് ഇതിന്റെ പരീക്ഷകൾ നടത്തുക. ആദ്യം ഇതിന്റെ ഒരു പ്രാഥമിക പരീക്ഷയുണ്ട്, പ്രിലിമിനറി എക്സാം. അത് മെയ്, ജൂൺ അല്ലെങ്കിൽ ജൂലൈയിലായിരിക്കും ആ ഒരു എക്സാം വരിക. പിന്നെ ഇതിന്റെ മെയിൻ എക്സാം ആണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പൊ ഈ സ്റ്റേജ് 1 ഈ പ്രാഥമിക പരീക്ഷ ക്ലിയർ ചെയ്യുന്നവരാണ് അതിന്റെ മെയിൻ എക്സാമിലേക്ക് പോവുക. മെയിൻ എക്സാം സ്കെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിരിക്കും നടക്കുക എന്നുള്ളത്. അപ്പോ നമ്മൾ ഇത് മെയ് ടു ജൂലൈ എന്ന് പറയുന്നെങ്കിലും പ്രിലിമിനറി മെയ്യിൽ തന്നെ നടത്തും എന്ന് കരുതുക. ഇതിന് മുന്നേ അതിന്റെ ടൈം ടേബിൾ വരും, ആ ഒരു മാസത്തേക്കുള്ള ടൈം ടേബിൾ വരും. അന്നേരം നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും അത് മെയ്യിലാണോ എന്നുള്ളത്. മെയിൻ എക്സാമും ഓഗസ്റ്റിലായിരിക്കും എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ പ്രിലിമിനറിയുടെ ആ ഒരു ടൈം ടേബിൾ ഏകദേശം ഒരു മാർച്ച് എൻഡ്, ഫെബ്രുവരി എൻഡ്, മാർച്ചിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മെയ്യുടെ കലണ്ടർ ആ ഒരു സമയത്ത് വരും. അപ്പൊ അത് മെയ്യുടെ കലണ്ടറിൽ ഇല്ല എങ്കിൽ അത് പിന്നെ നമുക്ക് ജൂണിന്റെ കലണ്ടർ വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിലും ഇല്ല എങ്കിൽ പിന്നെ ജൂലൈയുടെ കലണ്ടർ വരും. അപ്പൊ ജൂണിലെ കലണ്ടറും ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാം അത് ജൂലൈയിൽ തന്നെയായിരിക്കും ആ ഒരു പ്രിലിമിനറി എക്സാം നടക്കുക. അതായത് കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് ഇതിന്റെ പ്രിലിമിനറി എക്സാം ആയിട്ട് വരിക. ഇനി ഈ മെയിൻ എക്സാമിന്റെ ടോപ്പിക്സ്, അപ്പൊ മെയിൻ എക്സാമിന്റെ ടോപ്പിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ. ഈ പ്രിലിംസിന്റെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്ലാസ്സസ്. അത് ഒരു കോംപ്ലിമെന്ററി ക്ലാസ് ആയിട്ട് തന്നെയാണ് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് നമ്മൾ ഈ വർഷം അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇനി മെയിൻ എക്സാമിന്റെ ആ ഒരു സിലബസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇതാണ് സിലബസിന്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്. ഹിസ്റ്ററി 3 മാർക്കിന്റെ ചോദ്യങ്ങൾ അതിലുണ്ടാകും. ജോഗ്രഫി 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. എക്കണോമിക്സ് 3 മാർക്ക്. കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്കിന്റെ ചോദ്യങ്ങൾ. അപ്പൊ ഇത്രയാണ് ജനറൽ നോളജ് എന്ന പാർട്ട് 1 വരിക. ഇതേ ടോപ്പിക്സ് തന്നെ നമ്മുടെ പ്രിലിംസിനും ഉണ്ട്. പക്ഷെ പ്രിലിംസിന് ഇതിന്റെ മാർക്കുകൾ കുറെ കൂടെ കൂടുതലാണ് എന്നുള്ളത് ഓർത്തു വെച്ചോളൂ. ഇനി കറന്റ് അഫയേഴ്സ് ഉണ്ട്. 5 മാർക്കിന്റെ കറന്റ് അഫയേഴ്സ് വരും. സിമ്പിൾ അർത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ്, അത് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളമോ കന്നഡയോ തമിഴോ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അവിടെയും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കോമൺ ആയിട്ട് നമുക്ക് പ്രിലിംസിനും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഇതിന്റെയൊക്കെ മാർക്കിന്റെ വെയിറ്റേജ് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇത്രയും ഏരിയയുടെ ഒരു 50 to 60% പ്രിപ്പറേഷൻ നമ്മൾ മെയിൻ എക്സാമിനും കവർ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുക.
മെയിൻ എക്സാമിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പിക്സ് കുറെ കൂടെ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രിലിംസിന് അത്രയും ആഴത്തിൽ നമുക്ക് പോകേണ്ടതായിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് ഒരു 50% എങ്കിലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാകും. ബാക്കി 50 മെയിൻസിന് വേണ്ടി സ്റ്റിൽ വി ഹാവ് ടു സ്റ്റഡി. ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്സിന് മൊത്തം 45 മാർക്കിന്റെ ടോപ്പിക്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതിൽ ടോപ്പിക്സ് റിലേറ്റഡ് ടു ദ നേച്ചർ ഓഫ് ഡ്യൂട്ടി, ആ ഒരു ഡ്യൂട്ടിയുടെ സ്വഭാവം അനുസരിച്ചുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ വരിക. അതിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സിലബസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സിലബസിൽ. ഇനി ഇതിന്റെ സിലബസിന് വീണ്ടും ഒന്നും കൂടെ വരാനുണ്ട്. ആ സമയത്താണ് ഫൈനൽ സിലബസ് എന്താണ് ഈ 2026 പരീക്ഷയ്ക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയുടെ സിലബസ് വെച്ച് തന്നെയാണ് നമ്മളിപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പം സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് എന്താ പറയേണ്ടത്, നമുക്ക് BNS ഉണ്ട്, BNSS കുറെ ടോപ്പിക്സ് ഉണ്ട്, BSAയിൽ കുറെ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വരിക, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതെന്നുള്ളത്. BNS എന്താണ്? BNS ആണ് ആ ഒരു ക്രൈമിന്റെ ഡീറ്റെയിൽസും അതിന്റെ പണിഷ്മെന്റ്സും ഒക്കെ കൊടുത്തിരിക്കുന്നതാണ് ഭാരതീയ ന്യായ സംഹിതയിൽ. BNSSലാണ് എങ്ങനെയാണ് പോലീസ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത്. ആൻഡ് BSAയിൽ ആ ഒരു ക്രൈം എങ്ങനെയാണ് തെളിയിക്കേണ്ടത്, സ്പെസിഫിക്കലി നമ്മുടെ പഴയ എവിഡൻസ് ആക്ട് തന്നെയാണ് ഈ BSA ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഭാരതീയ ന്യായ സംഹിതയിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ജനറൽ സബ് ഹെഡിങ്സ്, അപ്പൊ ഇതിന്റെ കീഴിൽ ഒരുപാടധികം സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് സെക്ഷൻസ് എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പം ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് എക്സെപ്ഷൻസ്, ജനറൽ പ്രിൻസിപ്പിൾസും ഈ നിയമത്തിൽ പറയുന്ന എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ ഡീറ്റെയിൽസും അതിന്റെ പണിഷ്മെന്റ്സും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മനുഷ്യന്റെ ബോഡി, ഹ്യൂമൻ ബോഡിയെ എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഒഫൻസസ്, അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒഫൻസസ് അഗെയിൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ആ ഒരു പബ്ലിക്കിൽ നിലനിൽക്കുന്ന ആ ഒരു സമാധാനം, ആ സമാധാനം ഇല്ലാതെ ചെയ്യുന്നതിന് കാരണമാകുന്ന കുറ്റകൃത്യങ്ങൾ. ഇനി ഒഫൻസസ് ബൈ അല്ലെങ്കിൽ ഒഫൻസസ് റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ്. പബ്ലിക് സർവൻസ് ആരാണ്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് പബ്ലിക് സർവൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഇനി നമുക്ക് ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? മൂവബിൾ ആയിട്ടോ ഇമൂവബിൾ ആയിട്ടോ ഉള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ എന്താണ് ഇമൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? വസ്തുക്കൾ പോലെയൊക്കെയുള്ള സംഗതികളാണ്, അല്ലെ? പുരയിടം, വസ്തു, വീട്, അതൊക്കെ. മൂവബിൾ ആയിട്ടുള്ളത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയത്തക്ക രീതിയിലുള്ള പ്രോപ്പർട്ടി. അപ്പം അങ്ങനെയുള്ള, അല്ലെ? ഇപ്പം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതല്ലേ പോലീസിന്റെ ഡ്യൂട്ടി. അപ്പോ അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള സെക്ഷൻസ് നിങ്ങളുടെ പരീക്ഷയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി BNSS ആണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ. ഇതിൽ പോലീസിന്റെ പവേഴ്സ് എന്താണ്, എന്തൊക്കെ പ്രോസസ് ആണ്, എങ്ങനെയാണ് പോലീസ് ഓരോ നടപടിക്രമങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ഈ BNSS അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ കുറേയധികം ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ പോലീസിന്റെ പവേഴ്സും പോലീസിന്റെ പബ്ലിക് ഡ്യൂട്ടീസും. ഇനി ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഉള്ള പ്രൊസീജിയേഴ്സ്, സമൻസ് ആൻഡ് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. സെർച്ച് ആൻഡ് സീജർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വസ്തുവോ ഒരു വ്യക്തിയെയോ സെർച്ച് ചെയ്യുക, അല്ലേ? അവരുടെ ആ ഒരു വ്യക്തിയുടെ ശരീരം സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വീട്, ഒരു ഓഫീസ്, അത് സെർച്ച് ചെയ്യുന്നു. സീജർ എന്ന് പറയുമ്പോഴത്തേക്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ. പബ്ലിക് ഓർഡർ എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിന് ഫോളോ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്. ഇനി പ്രിവെന്റീവ് ആക്ഷൻ ബൈ ദ പോലീസ്. ഒരു കുറ്റകൃത്യം നടക്കാതെ എന്തൊക്കെ പ്രിവെന്റീവ് ആക്ഷൻസ് പോലീസിന് ചെയ്യാം, പ്രത്യേകിച്ചും ആ ഒരു പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയാണ് പ്രിവെന്റീവ് ആക്ഷൻ പോലീസിന് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതിന്റെ പ്രൊസീജിയറും ഇതിനകത്തുണ്ട്. Now, information to police and investigation. ഇൻഫർമേഷൻ ടു പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ, ഒരു പരാതി കൊടുക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് BNSS ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ബ്രോഡ് ഏരിയാസിൽ നിന്ന് ഒരുപാടധികം സെക്ഷൻസ് ഉണ്ട് നമുക്ക് നോക്കാൻ. അതേപോലെ BSAയിലാണ് ഏറ്റവും കൂടുതൽ സെക്ഷൻസ് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തത് BSA.
ഇതാണ് ലോ ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡെഫിനിഷൻസ് ഉണ്ട്, കൺഫെഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ കുറ്റം സമ്മതിക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ഏറ്റു പറയുന്നത്, അതൊക്കെയാണ് കൺഫെഷൻസിൽ വരിക. ഇനി സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പേഴ്സൺസ് ഹു കെൻ നോട്ട് ബി കോൾഡ് ആസ് വിറ്റ്നസ്, സാക്ഷി എന്ന് വിളിക്കാൻ കഴിയാത്ത വ്യക്തികളുടെ സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിനെ നിയമം കണക്കാക്കുന്നത്, ഒരു എവിഡൻസ് ആയിട്ട് നിയമം എങ്ങനെ അതിനെ കാണുന്നു. ഇനി ഒപ്പീനിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അഭിപ്രായം, പല വ്യക്തികളും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരുപക്ഷെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലെ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം. ഈ അഭിപ്രായങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പേർട്ടിന്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും എടുക്കേണ്ടതായിട്ടും വരും അല്ലെ. ഒരുപക്ഷെ ഒരു മെഡിക്കൽ എക്സ്പേർട്ടിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങൾ വരും. അപ്പോൾ അത് ഒരു തെളിവായിട്ട്, എവിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തെളിവായിട്ട് അതിനെ കണക്കാക്കാൻ സാധിക്കുമോ, എത്രത്തോളം വാലിഡ് ആയിട്ടുള്ള ഒരു തെളിവാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് BSAയിൽ ഈ ഒപ്പീനിയൻസിന്റെ കീഴിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ആൻഡ് അപ്പോൾ അത് ഭാരതീയ സാക്ഷ്യ BSA ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇതാണ് BSA. ഇനി മറ്റ് നിയമങ്ങൾ നമുക്ക് നോക്കാനാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം 2005 വന്ന, ഇതിൽ കുറെ സെക്ഷൻസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. സ്പെസിഫിക്കലി പോലീസ് കൈകാര്യം ചെയ്യുന്ന ചില സെക്ഷൻസ് ഇതിനകത്തുണ്ട്. ആ സെക്ഷൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ IT ബേസിക്സ്, അതേപോലെ സൈബർ ക്രൈംസ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സൈബർ ക്രൈംസ് ഒത്തിരി അധികം കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെ. ആൻഡ് ഹ്യൂമൻ സൈക്കോളജി, മനുഷ്യന്റെ ആ ഒരു ബേസിക്സ് ഓഫ് സൈക്കോളജി മാത്രമാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ബേസിക്സ് ഓഫ് സൈക്കോളജി എന്ന് പറയുകയാണെങ്കിലും അത് അത്യാവശ്യം വലിയ ഒരു ടോപ്പിക് തന്നെയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇത്രയാണ് നമുക്ക് 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ കവർ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ ഈ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 2026 പരീക്ഷയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ജോയിൻ അവർ ഗോൾഡ് ബാച്ച്. അപ്പൊ ഈ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാകും സിലബസ് അനുസരിച്ച്, അതേപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഓരോ ടോപ്പിക്കിനും ഉള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആ ഒരു PSCയുടെ ഉയർന്ന നിലവാരത്തിൽ തന്നെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അതേപോലെ ഈ ടോപ്പിക്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ പലപ്പോഴും നിങ്ങളിൽ പലരും ജോലി ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ആ ഒരു ഡേ ടൈമിൽ ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ ആ ഒരു സൗകര്യപ്രദമായിട്ട് ഓരോ ദിവസവും അത് കണ്ടു തീർത്തു പോവുക, പഠിച്ചു പോവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സൗകര്യത്തിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ആഴ്ചതോറും ഉള്ള മോക്ക് ടെസ്റ്റ് ഉണ്ട്. ആൻഡ് ഫുൾ ലെങ്ത് മോഡൽ എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇപ്പൊ മോഡൽ എക്സാംസ് നമ്മൾ എക്സാമിന്റെ ഡേറ്റ് വന്നതിന് ശേഷമായിരിക്കും മോഡൽ എക്സാംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് പ്ലെന്റി ഓഫ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആർ ഓൾസോ അവൈലബിൾ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ തന്നെ കോൺടാക്ട് ചെയ്ത് എന്നോടത് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ്ലി നമ്മൾ ലൈവ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യും. ആ ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ആയിരിക്കും കൂടുതലും അതിൽ ചെയ്യുക. ആ ഒരു സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നോട് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ലെസൺസ് ഓൾമോസ്റ്റ് റെഡിയാണ്. കാരണം ഇപ്പൊ റീസെന്റ് December 31 നടന്ന ആ ഒരു DYSPയുടെ എക്സാം ഈ സെയിം സിലബസ് തന്നെയാണ് അതിനും ഫോളോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ DYSPയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോ അതിന് നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ദ ക്ലാസ്സസ് ആർ റെഡി, യു ജസ്റ്റ് ഹാവ് ടു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. അപ്പം ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയുന്നതിന് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ. ആൻഡ് ഇതേപോലെ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നാലും നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അവിടെ അറിയാനായിട്ട് സാധിക്കും, എക്സാമിന്റെ അപ്ഡേറ്റ്സ് അവിടെ അറിയാനായിട്ട് സാധിക്കും, എങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സാം നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാൻ കഴിയുക എന്നൊക്കെയുള്ള ജനറൽ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതിന്റെ ഹിൻസും ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ thank you very much for watching this video, and you have an excellent day ahead. Wish you all the very best. See you in class.